അപ്പൊ നമ്മുടെ നേപ്പാളിലെ മലയാളിയുടെ വീട്ടിൽ നിന്ന് നല്ല ഉണക്കപ്പ. ഇത് മറ്റേ കണ്ണൂർ ഒരു വിനയ സഹായ സംഘക്കാർ വന്നായിരുന്നു. അവര് വന്ന എനിക്ക്. അപ്പൊ നല്ല കപ്പയുണ്ട്, നല്ല ഭംഗിയായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അപ്പൊ നേപ്പാളിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെ കപ്പയൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ മലയാളിയുടെ വീട്ടിലേക്ക് വരാം. നാട്ടിൽ നിന്ന് വരുമ്പോ ആരും ഒന്നും കൊണ്ടുവരരുത്. ഞാനിത് കാണിച്ചു എന്ന് വെച്ചിട്ട്. അതെ, അപ്പൊ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൂടെ വെച്ച് കഴിക്കാം. അതെ, അല്ലെങ്കിൽ കൂടെ വെച്ച് കഴിക്കാം. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. യുവർ ഹാപ്പിനെസ് ഈസ് മൈ സാറ്റിസ്ഫാക്ഷൻ. ബോബി ചെയ്തു തന്ന ഈ സൗകര്യങ്ങൾക്ക് നന്ദി പറയും കേട്ടോ, ഭയങ്കര നന്ദി. ശരിക്കും കഴിക്കണം കേട്ടോ, തീർച്ചയായും. ബോബി ചെയ്തു തന്ന കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ തീരെയല്ല, ഭയങ്കരമായ സൗകര്യങ്ങളാണ് ചെയ്തു തന്നെ. അപ്പൊ ഇതൊക്കെ ആയിട്ട് ആര് വന്നാലും നമ്മുടെ നേപ്പാളിലെ മലയാളിയുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വരിക, സ്വന്തം കുടുംബം പോലെ സ്വന്തം ഫാമിലി പോലെ കഴിച്ചിട്ട് പോവാ. അതാ മറ്റേ MSW പിള്ളേരില്ലേ, SNDP കോളേജ് പെരിന്തൽമണ്ണയിൽ നിന്ന് 3 മലയാളീസ് വന്നിട്ടുണ്ട് കേട്ടോ. അവരിവിടെ തൊട്ടടുത്താ. അവരോട് ഞാൻ പറഞ്ഞു നാളെ ഒരു ദിവസം വരാൻ പറഞ്ഞു. കാരണം അവർ നാട്ടിൽ നിന്ന് വന്നിട്ട് അവരുടെ ഫുഡൊന്നും കിട്ടില്ല, പിള്ളേരാ. ഞാൻ പറഞ്ഞു കാനഡയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവർ. അപ്പൊ ഇത് ജോൺസൺ സാറ്, ഇത് ജോൺസൺ സാറ്, ജോർജ് സാറ് പാലക്കാട് മറ്റോ പാലക്കാരുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുകയാണ്. ഇനി എല്ലാ പാലക്കാരോട് ഞാൻ പറയാനുള്ള ഇതേ ഉള്ളൂ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല സ്ഥലമാണ്, നല്ല സ്വീകരണമാണ്. എല്ലാം ഡയറക്റ്റ് ചെയ്യാൻ ബോബിയുണ്ട്. ധൈര്യമായിട്ട് പോരെ, ധൈര്യമായിട്ട് പോരെ.